നമസ്കാരം. കോക്ടെയിലിന്റെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. തോൽക്കുന്നതിന് തൊട്ടു മുൻപ് വരെ ആത്മവിശ്വാസം വളരെ നല്ലതാണ് എന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. NDAയിലെ ഏറ്റവും വലിയ സഖ്യകക്ഷിയുടെ നേതാവായ തുഷാർ വെള്ളാപ്പള്ളിയും കുമ്മനം രാജശേഖരനും ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ തോന്നിപ്പോകും. എന്തായാലും സ്വപ്നം കാണുന്നതിന് ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ, അല്ലേ? കാരണം കേരളത്തിൽ LDFും UDFും മാറി മാറി ഭരിച്ചതിലൂടെ കേരള സമൂഹത്തിലാകെ അസംതൃപ്തിയും അസന്തുലിതാവസ്ഥയും ഉണ്ടായിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ മടുത്തു, വെറുത്തു. എല്ലാ രംഗങ്ങളിലും തകർച്ചയാണ്. ഏത് രംഗമെടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും കേരളത്തിനൊരു വികസനമോ വളർച്ചയോ ഒന്നും ഉണ്ടായതായിട്ട് കാണുന്നില്ല. ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ ഒരു രാഷ്ട്രീയ ബദൽ ഈ കേരളത്തിൽ ഉണ്ടാകണം എന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ജനാഭിലാഷത്തെ മുഴുവൻ തന്നെ സ്വാംശീകരിച്ചുകൊണ്ടും നെഞ്ചിലേറ്റിക്കൊണ്ടും ഒരു പുതിയ രാഷ്ട്രീയ ബദൽ ശക്തി സംവിധാനം, ഒരു സഖ്യം രൂപം കൊണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഈ സഖ്യത്തിലേക്ക് ഇനിയും രാഷ്ട്രീയ കക്ഷികൾ വരാനുണ്ട്. അവരുമായിട്ടുള്ള ചർച്ചകൾ ഇനിയും തുടരും. ഞങ്ങളുടെ പ്രതീക്ഷ ഒരാഴ്ചക്കകം ആ ചർച്ചകളൊക്കെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ്. ഈ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ തീരുമാനമെടുത്തപ്പോൾ തന്നെ കേരളത്തിലെ ഇടത് വലത് മുന്നണികളാണ് പറഞ്ഞത് ഇത് BJPക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുള്ളതിനുള്ള ആരോപണമായി വന്നത്. ഞങ്ങൾ അന്ന് വളരെ വ്യക്തമായി പല പ്രാവശ്യം പറഞ്ഞതാണ്, ആരുമായും സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ അല്ലെങ്കിൽ LDFനോ UDFനോ അല്ലെങ്കിൽ BJPക്കോ അല്ലെങ്കിൽ NDAക്കോ എതിരല്ല. ആരുമായും സഹകരിക്കാൻ തയ്യാറാണ്. വികസനത്തിന് വേണ്ടി അതുപോലെ തന്നെ സാമൂഹ്യ നീതിക്ക് വേണ്ടി നിൽക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയുമായും സഹകരിക്കാൻ തയ്യാറാണെന്ന് ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതിനുശേഷം ചർച്ചകൾ ചെയ്ത് ഞങ്ങൾ തീരുമാനമെടുത്ത് നിലപാട് ഞങ്ങൾ വളരെ വ്യക്തമാക്കി കഴിഞ്ഞു. രസമതായിരുന്നില്ല. തോക്ക് താഴെയിട്ട് കാവിക്കുപ്പായം തുന്നി മത്സരിക്കാൻ കാത്തിരുന്ന ആക്ഷൻ ഹീറോ എവിടെ മത്സരിക്കും എന്ന് ചിലർ ചോദിച്ചു. മറുപടി കേട്ട് സുരേഷ് ഏട്ടൻ തന്നെ പകച്ചുപോയി കാണും. ഇപ്പോഴും കിട്ടാത്ത ആ NFDC ചെയർമാൻ സ്ഥാനമൊക്കെ ഓർത്തിട്ടുമുണ്ടാകും. 1000 ഷിറ്റ് ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ടാകും സുരേഷ് ഏട്ടൻ. അല്ല, അദ്ദേഹം സ്റ്റാർ ക്യാമ്പയിനറാണ്. ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ഉണ്ടാവും. അദ്ദേഹം മത്സരിക്കണമെന്ന് ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടുമില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആഗ്രഹമോ ആവശ്യമോ ഉണ്ടെങ്കിൽ മാത്രമല്ലേ പരിഹരിക്കാൻ പറ്റുള്ളൂ. അതേ ഇപ്പോഴും ഇത്തവണയും ക്യാമ്പയിൻ ഉണ്ടാവും, യാതൊരു സംശയമില്ല. മത്സരരംഗത്തുണ്ടാവില്ല. അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ സ്വന്തം മണ്ഡലം മണ്ഡലകാലത്തേക്കാൾ പുണ്യപരിപാവനമായി ചിലർക്ക് തോന്നും. പിന്നെ സേവന തൽപരരാകാൻ അവർ അധികമൊന്നും ആലോചിക്കാറില്ല. ബോർഡ് വെച്ചിരിക്കണം കണ്ടല്ലേ? അതെ, വികസനത്തിന്റെ തെളിമയാർന്ന നേർക്കാഴ്ച എന്നാണ് പറഞ്ഞത്. വാഗ്ദാനത്തിന്റെ തെളിമയാർന്ന നേർക്കാഴ്ച എന്നാണ് പറഞ്ഞത്. അതിന്റെ എന്താണ് അതിന്റെ അർത്ഥം എന്ന് മനസ്സിലായി. ഇവിടുത്തെ വികസനത്തിന്റെ പുറത്ത് ഓടകളൊക്കെ നന്നാക്കാനുള്ള ഇതിന്റെ തെളിവാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അതിന്റെ പച്ച മലയാളം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: വികസനത്തിന്റെ വാഗ്ദാനത്തിന്റെ തെളിമയാർന്ന നേർക്കാഴ്ച എന്ന് പറഞ്ഞാൽ വാഗ്ദാനം മാത്രമേ ഉള്ളെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു വാഗ്ദാനം പറഞ്ഞെന്നേ ഉള്ളൂ, ഇവിടെ ചെയ്തിട്ടുമില്ല. 60 ലക്ഷം രൂപ കൊടുക്കാം എന്ന് പറഞ്ഞ് മാത്രമേ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളൂ. സാങ്ഷനായി, പക്ഷേ ഇതുവരെയ്ക്കും ഒന്നും നടന്നിട്ടില്ല. 40 വർഷം കൊണ്ട് ഇങ്ങനെ തന്നെ കിടക്കണം. റെയിൽവേ സ്റ്റേഷനാണ് ഇത്രയും ഇങ്ങനെ കിടക്കും. ഞാൻ അവിടെ താമസം വന്ന ശേഷം ഇവിടെ ഇങ്ങനെ തന്നെ കിടക്കണം. ഇതിൽ ഒരു പുരോഗതി ഇവിടെ വരെ വന്നിട്ടില്ല. പിന്നെ ഇതൊക്കെ റെയിൽവേക്കാരുണ്ടാക്കിയതാണ്. ഇതിൽ വെട്ടിമറിച്ചത്. മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തത് ഇവിടെ ഡ്രെയിനേജിൻ്റെ ജ്യോതിപുരം ഡ്രെയിനേജ് ഉദ്ഘാടനം ചെയ്തെന്ന് നമ്മൾ 60 ലക്ഷം രൂപ സാങ്ഷൻ ചെയ്തിരിക്കുകയാണ് എന്നും പറഞ്ഞ് മാത്രമേ ഉദ്ഘാടനം ചെയ്തുള്ളൂ. അതിനെ പ്രതികരിക്കാൻ വേണ്ടി ഇവിടെ 2-3 കോൺഗ്രസ്സിൽ 2-3 ആൾക്കാരും പിന്നെ കുറച്ച് ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വേറെ അതിനെ പ്രതികരിക്കാനും. വീണ്ടും ഒരു കേരള കോൺഗ്രസ്. ഇത്തവണ ജനാധിപത്യ കേരള കോൺഗ്രസ്. പേരിലെ ആ ജനാധിപത്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മാണിസാറിന്റെ പാർട്ടിയിൽ അതില്ലാതിരുന്നത് കൊണ്ടാണല്ലോ പാർട്ടിയെ നെടുക പിളർന്ന് ഫ്രാൻസിസ് ജോർജും കൂട്ടരും ഇങ്ങനെ ഒരു കടുങ്കൈക്ക് മുതിർന്നത്. വളരെ പ്രാധാന്യമുള്ള ആ ആശയങ്ങളും മുദ്രാവാക്യങ്ങളും അതിന്നും പ്രസക്തമായി നിലകൊള്ളുകയാണ്. അഴിമതിരഹിത സൽഭരണമാണ് കേരള കോൺഗ്രസ് പാർട്ടി ആദ്യമായി കേരളത്തിലെ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത്. അഴിമതിരഹിതമായിട്ടുള്ള സൽഭരണം കേരള കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ ജനങ്ങൾക്ക് പ്രദാനം ചെയ്തിരിക്കും എന്ന് പറഞ്ഞ കേരള കോൺഗ്രസ് പ്രസ്ഥാനം കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് വേണ്ടി സാധാരണക്കാരായിട്ടുള്ള കർഷകർക്കും കർഷകരുടെ ആവശ്യങ്ങൾക്കും വേണ്ടി
കേരള കോൺഗ്രസ് പാർട്ടി എക്കാലത്തും നിലകൊള്ളും എന്ന് അന്ന് പറയുകയുണ്ടായി. ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ, മതഭാഷാ ന്യൂനപക്ഷങ്ങൾ, അവരുടെ സംരക്ഷണത്തിനും അവരുടെ അവകാശങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനും വേണ്ടി അചഞ്ചലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും എന്ന് അന്ന് പറയുകയുണ്ടായി. ഇന്ത്യയുടെ ജനാധിപത്യ ഫെഡറൽ വ്യവസ്ഥിതിയിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ ഒരു പുനഃക്രമീകരണത്തിന് വേണ്ടി കേരള കോൺഗ്രസ് പാർട്ടി ഉറച്ച നിലപാട് സ്വീകരിക്കും. ഞാൻ ആവർത്തിച്ച് ഈ അവസരത്തിൽ, ഈ ചരിത്ര മുഹൂർത്തത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു, ഈ ആശയങ്ങൾക്കെല്ലാം വേണ്ടി ജനാധിപത്യ കേരള കോൺഗ്രസ് പാർട്ടി അചഞ്ചലമായ ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് വീണ്ടും ആവർത്തിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്താണ്? സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്താണ്? ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഈ സംസ്ഥാനത്തെ സ്നേഹിക്കുന്ന കാർഷിക മേഖലയെയും കർഷകരെയും സ്നേഹിക്കുന്ന ആർക്കെങ്കിലും ഇന്നത്തെ സാഹചര്യങ്ങളുമായി യോജിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുമോ? നമ്മുടെ രാജ്യത്ത് അങ്ങേയറ്റം നിർഭാഗ്യകരമായിട്ടുള്ള സംഭവവികാസങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങളെയും ദളിത് വിഭാഗങ്ങളെയും പീഡിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ഈ രാജ്യത്തെ ഏകാധിപത്യത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള നിർഭാഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ പടപെടുമെന്ന് അരനൂറ്റാണ്ട് മുമ്പ് പ്രതിജ്ഞ ചെയ്ത കേരള കോൺഗ്രസിൽ വിശ്വസിക്കുന്ന ആർക്കെങ്കിലും കയ്യം കെട്ടി മൗനമായി അതുമായി സന്ധി ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുമോ? അതെല്ലാമായി സന്ധി ചെയ്യുന്ന ഒരു സമീപനം ഇന്ന് കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വം സ്വീകരിക്കുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തേണ്ട ഉത്തരവാദിത്വം, കടമ ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കുമാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറക്കാൻ പാടില്ല. ഇവിടെ ആക്ഷേപങ്ങൾ എന്തും പറഞ്ഞു കൊള്ളട്ടെ, ഇവിടെ ഇന്ന് നടന്നിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. BJP-യുമായി ഒരു രഹസ്യ ബാന്ധവം എന്തിനു വേണ്ടിയിട്ടാണ്? സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഒരു രഹസ്യ ബന്ധം സ്ഥാപിക്കാനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചിട്ട് കുറെ കാലമായി. ഏതാനും വട്ടം ചർച്ചകൾ നടന്നിരിക്കുന്നു. പാർട്ടിക്കകത്ത് ആലോചിച്ചിട്ടുണ്ടോ? പാർട്ടിയുടെ അംഗീകാരമുണ്ടോ ഇങ്ങനെയുള്ള ചർച്ചകൾ നടത്താൻ? അങ്ങനെ രഹസ്യമായി ഇങ്ങനെയുള്ള ബാന്ധവത്തിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആർക്കെങ്കിലും ഇത് അംഗീകരിക്കാൻ കഴിയുമോ? ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്ന, ഈ രാജ്യത്തെ ദളിത് വിഭാഗങ്ങളെ, പിന്നോക്ക വിഭാഗങ്ങളെ പീഡിപ്പിക്കുന്ന, അവരെയൊക്കെ അവജ്ഞയോടുകൂടി പുച്ഛത്തോടു കൂടി കാണുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെടാൻ കേരള കോൺഗ്രസിൽ വിശ്വസിക്കുന്ന ആർക്കും കഴിയുകയില്ല. അങ്ങനെയുള്ള ബാന്ധവത്തിന് തുടക്കം കുറിച്ചതിനെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് കേരളത്തിന്റെ കാർഷിക മേഖലയുടെ സ്ഥിതി എന്താണെന്ന് കേരള കോൺഗ്രസ് പാർട്ടി എക്കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള കർഷകരും കാർഷിക മേഖലയും ആർക്കെങ്കിലും അത് വിസ്മരിക്കാൻ കഴിയുമോ? റബ്ബർ കർഷകരുടെ കാര്യം, ഏലം കർഷകരുടെ കാര്യം, നെൽ കർഷകർ, നാളികേര കർഷകർ, അങ്ങനെ കേരളത്തിന്റെ കാർഷിക മേഖല തകർന്നുകൊണ്ടിരിക്കുന്നു. ഈ തകർച്ചക്കെതിരെ ശബ്ദിക്കാൻ, അതിനെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ ഭരണത്തിലിരുന്നുകൊണ്ടാണെങ്കിലും പ്രതിപക്ഷത്തിലിരുന്നുകൊണ്ടാണെങ്കിലും നിലപാട് സ്വീകരിക്കേണ്ട കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വം യാതൊന്നും മിണ്ടാതെ വഴിപാട് സമരങ്ങൾ നടത്തി ജനങ്ങളെ പറ്റിക്കാൻ നോക്കുന്ന ഏർപ്പാടുമായി സഹകരിക്കാൻ നമുക്ക് കഴിയുമോ? കോട്ടയത്തെ റബ്ബർ സമരം, നിരാഹാര സമരം നടത്തിയെന്നാണ് പറയുന്നത്. ആർക്ക് വേണ്ടിയാണ് സമരം ചെയ്തത്? റബ്ബർ കർഷകർക്ക് വേണ്ടിയായിരുന്നു ആ സമരം. ആ സമരം ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമുള്ള സമരമായിരുന്നു. അതുകൊണ്ടാണ് അത് ഫലം കാണാതെ പോയത്, യാതൊരു ഫലവുമില്ലാതെ പോയത്. അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഏർപ്പാടുകളുമായി സന്ധി ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയില്ല. കോക്ടെയിലിന്റെ ഈ അധ്യായം പൂർണ്ണമാകുന്നു. നാളെ വീണ്ടും ഇതേ സമയം. നമസ്കാരം.